ഒരു ശൂന്യമായ പള്ളിയുടെ ഇടുങ്ങിയ ഇടനാഴികളിലൂടെ കാറ്റുവീശുമ്പോൾ ഉണ്ടാകുന്ന ആ ദീനമായ ശബ്ദം നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുറ്റും ഇരുട്ടുനിറഞ്ഞ കരിങ്കൽ മതിലുകൾ. അവിടെ ആരുമില്ലെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ ആരോ നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുവെന്ന ആ തണുത്ത തോന്നൽ. നിങ്ങളുടെ തൊട്ടുപിന്നിൽ ഒരു നിഴൽ അനങ്ങുന്നുണ്ടോ? നിങ്ങൾ ദ നൺ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിലെ ആ വെളുത്ത മുഖം, ഇരുണ്ട ഗർത്തങ്ങൾ പോലെയുള്ള കണ്ണുകൾ, നിശബ്ദമായി നിങ്ങളെ പിന്തുടരുന്ന ആ ഭീകരമായ കന്യാസ്ത്രീ രൂപം. പലരും വിചാരിക്കുന്നത് അത് വെറും സിനിമയിലെ ഒരു കഥാപാത്രം മാത്രമാണെന്നാണ്. എന്നാൽ ആ രൂപത്തിനു പിന്നിൽ ചരിത്രം മൂടിവെച്ച, രക്തം മറവിക്കുന്ന ചില യഥാർത്ഥ സത്യങ്ങളുണ്ട്. 1970കളിൽ ലോകപ്രശസ്ത അമാനുഷിക ഗവേഷകരായ എഡ് വാർണും ലൊറൈൻ വാർണും ഇംഗ്ലണ്ടിലെ ഒരു വിജനമായ ഗ്രാമത്തിലെത്തി. ബോർലി. അവിടെ ഒരു പഴയ പള്ളിയുണ്ട്. പകൽ വെളിച്ചത്തിൽ പോലും മരണത്തിൻ്റെ മണം തങ്ങി നിൽക്കുന്ന ഒരിടം. ആ പള്ളി ഒരിരുണ്ട രഹസ്യം നൂറ്റാണ്ടുകളായി ഒളിപ്പിച്ചു വച്ചിരുന്നു. പ്രാദേശിക ഐതിഹ്യങ്ങൾ പറയുന്നത് ഭയാനകമായ ഒരു കഥയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ഒരു കന്യാസ്ത്രീ ഒരു സന്യാസിയുമായി പ്രണയത്തിലായി. ദൈവത്തിന് സമർപ്പിച്ച മഠത്തിനുള്ളിൽ പ്രണയം ഒരു മഹാപാപമായിരുന്നു. അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഇരുട്ടിൻ്റെ മറവട്ടി അവർ നീങ്ങുമ്പോൾ മഠാധികൃതർ അവരെ പിടികൂടി. അവർക്ക് നൽകിയ ശിക്ഷ അത് മരണത്തേക്കാൾ ഭീകരമായിരുന്നു. ആ പാവം കന്യാസ്ത്രീയെ കൊലപ്പെടുത്തുകയല്ല അവർ ചെയ്തത്. പകരം ആ പള്ളിയുടെ തണുത്ത കല്ലുമതിലുകൾക്കിടയിൽ അവളെ നിർത്തി ജീവനോടെ ആ മതിൽ കെട്ടിയടച്ചു. ശ്വാസം കിട്ടാതെ, പുറം ലോകം കാണാതെ, വിശപ്പും ദാഹവും കൊണ്ട് ആ മതിലിനുള്ളിൽ കിടന്നവൾ പിടഞ്ഞു മരിച്ചു. അവളുടെ അവസാനത്തെ നിലവിളികൾ ആരും കേട്ടില്ല. അന്നുമുതൽ ആ പള്ളിയിൽ ഒരു രൂപമലഞ്ഞുതിരിയുന്നു. ലൊറൈൻ വാരൻ പിന്നീട് തൻ്റെ ഡയറിയിൽ കുറിച്ചു, ഞാൻ അവളെ കണ്ടു. അവളൊരു മനുഷ്യ സ്ത്രീയായിരുന്നില്ല, മറിച്ച് കടുത്ത പകയോടെ അവിടെ കുടുങ്ങിപ്പോയ ഒരു ആത്മാവായിരുന്നു. സിനിമയിൽ നമ്മൾ കാണുന്ന ആ രൂപം വലക്കാണ്. എന്നാൽ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ മറ്റൊരു സത്യം പുറത്തുവരും. 17ാം നൂറ്റാണ്ടിലെ പുരാതന മന്ത്രഗ്രന്ഥമായ ഗോയത്യായിൽ വലക്കിനെക്കുറിച്ച് പറയുന്നു. പക്ഷേ അതൊരു കന്യാസ്ത്രീയല്ല. 2 തലയുള്ള ഒരു ഭീകര സർപ്പത്തിൻ്റെ മുകളിലിരിക്കുന്ന ചിറകുകളുള്ള ഒരു ബാലന്റെ രൂപമാണ് വലക്ക്. അപ്പോൾ സിനിമയിൽ അത് കന്യാസ്ത്രീയായതെങ്ങനെ? ലൊറൈൻ വാരന്റെ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു അജ്ഞാത സാന്നിധ്യമുണ്ടായിരുന്നു. രൂപമില്ലാത്ത ഒരു കറുത്ത പുക പോലെ എപ്പോഴും കൂടെയുള്ള ഒന്ന്. ആ സാന്നിധ്യത്തിന് സംവിധായകൻ ജെയിംസ് വാൻ നൽകിയ വേഷമാണ് ഈ കന്യാസ്ത്രീയുടേത്. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയോടെ ആളുകൾ കാണുന്ന ഒരു രൂപത്തിനു പിന്നിൽ ഏറ്റവും ഭീകരമായ പിശാച് ഒളിച്ചിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ. ആ ചിന്ത തന്നെ നിങ്ങളെ ഭയപ്പെടുത്തില്ലേ? ഇത് വെറും കെട്ടുകഥകളാണെന്ന് കരുതുന്നവർ 2005ലെ റൊമാനിയൻ സംഭവം അറിയണം. മരീസിക എന്ന 23-കാരിയായ കന്യാസ്ത്രീ തനിക്ക് പിശാചുബാധയുണ്ടെന്ന് വിശ്വസിച്ചു. പക്ഷേ അവളെ രക്ഷിക്കാൻ വന്ന പുരോഹിതർ ചെയ്തത് അതിക്രൂരമായ കാര്യങ്ങളാണ്. അവർ അവളെ മരക്കുരിശിൽ ചങ്ങലയിട്ടു. ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും നൽകാതെ ക്രൂരമായി പീഡിപ്പിച്ചു. അദ്യവസാനം ആ വേദനകൾ താങ്ങാനാവാതെ അവൾ കണ്ണടച്ചു. ഇന്നും ആ മഠം ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഇടങ്ങളിലൊന്നാണ്. രാത്രിയായാൽ അവിടെ ഒരു കന്യാസ്ത്രീയുടെ നിഴൽ കാണാമെന്നും മതിലുകൾക്കുള്ളിൽ നിന്ന് ആരോ ശ്വാസം വിടുന്നത് കേൾക്കാമെന്നും നാട്ടുകാർ പറയുന്നു. പക്ഷേ ആ ശബ്ദം ജീവനുള്ളവരുടേതല്ല. ദൈവത്തിൻ്റെ വിശുദ്ധ ഇടങ്ങളിൽ പോലും ചിലപ്പോൾ ഇരുട്ടൊളിച്ചിരിക്കാം. നിഴലുകൾക്കിടയിൽ നിന്ന് ആ വെളുത്ത മുഖം നിങ്ങളെ നോക്കുന്നത് കണ്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമോ അതോ ഭയന്നോടുമോ? കൂടുതൽ അമാനുഷിക രഹസ്യങ്ങൾക്കായി ഡ്രെഡ് ബോക്സ് മിസ്റ്ററീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.